ഹായ്, ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയേക്കായിരുന്നു. ഇന്ന് കുറച്ച് ദിവസമായി മൈൻഡ് ഒരു സുഖം ഉണ്ടായില്ല. അത് തന്നെ ഞാൻ അമ്പലത്തിൽ പോയി. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ രാവിലെ മറ്റേ സൂര്യൻ ഉദിച്ച് വന്ന് ഒരിളം വെയിലും നല്ല രസമുണ്ടായി. പിന്നെ ഞങ്ങൾ നേരെ വണ്ടി കയറി. പിന്നെ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ടായി ആ അമ്പലത്തിലോട്ട്. എന്നിട്ട് പിന്നെ ഞങ്ങൾ നടന്ന് നല്ല മറ്റേ സൺ കിസ്ഡ് നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടായി. അയ്യോ, അത് കഴിഞ്ഞിട്ട് നേരെ നടന്നു അമ്പലത്തിൻ്റെ അവിടെ ചെന്നു. ഞങ്ങൾക്കൊന്ന് ചെറുതായിട്ട് വഴി മാറിപ്പോയി. ഇതല്ലായിരുന്നു കേസടി, ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വഴി മാറി സാർ നമ്മൾ വഴി. എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ കിട്ടി. ഞങ്ങൾ അവിടെ ചെന്ന് മുൻവശത്തെ കൂടെ കയറി. ഞങ്ങൾ സൈഡിൽ കൂടി ആദ്യം കയറാൻ പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ തൊഴുത് ചന്ദനൊക്കെ തൊട്ട് ഞങ്ങൾ അടുത്ത അമ്പലത്തിലോട്ട് നടന്നു. അവിടെ നിന്ന് കുറച്ചുകൂടി ഉണ്ട് അടുത്ത അമ്പലത്തിലോട്ട്, ഓണംകുന്ന്. അവിടെയാണെന്നുണ്ടെങ്കിൽ കുറേ സ്റ്റെപ്പും അതേ കണ്ടോ, അങ്ങ് കുറേ സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് ഫുള്ള് കയറിയപ്പോഴത്തേക്ക് മനുഷ്യൻ്റെ ഊപ്പാടിളകി. പക്ഷെ എന്നാലും നമ്മൾ ഇറങ്ങി തിരിച്ചു. ഇന്ന് ഭക്തി മാർഗമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി അങ്ങോട്ട് സ്റ്റെപ്പൊക്കെ കയറി ചെന്ന് പിന്നെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ദേവിയുടെ നട അടച്ചിട്ടേക്കായിരുന്നു. അപ്പോൾ അവിടെ എന്തോ പൂജ നടക്കാറുണ്ട്. പിന്നെ കുറച്ച് നേരം പുറത്തിരുന്നു. ഒന്ന് ഇപ്പോൾ രാമായണ മാസം ആയതുകൊണ്ടൊരു ചേച്ചി അവിടെ ഇരുന്ന് രാമായണം വായിക്കണ്ടായി. പിന്നെ അവിടെ നിന്നും തൊഴുത് എല്ലാം കഴിഞ്ഞിറങ്ങി. പിന്നെ ഇത് ഫുള്ള് അങ്ങോട്ട് ഇറങ്ങി. അതൊരു 1.5 ഇറക്കമായിരുന്നു. പിന്നെ ഞങ്ങൾ സ്റ്റാൻഡിൽ വന്നിരുന്നു. സ്റ്റാൻഡിൽ നിന്ന് പ്രിയദർശിനി നോക്കിയിരുന്നു. ഞാൻ ഇതുവരെ പ്രിയദർശിനി കയറിയിട്ടുണ്ടായില്ല. പിന്നെ പ്രിയദർശിനി നോക്കിയിരുന്നു. പ്രിയദർശിനി കിട്ടി. ഞാൻ ആദ്യമായിട്ട് അതിനകത്ത് കയറി. അപ്പം ഞാൻ അതിൻ്റെ ടിക്കറ്റൊക്കെ നോക്കാറുണ്ട്. എന്നിട്ട് പിന്നെ നേരെ ഹോസ്റ്റലിലോട്ട് പോകണം. അപ്പം അത്രയേ ഉള്ളൂ.